ഡാ ടിറ്റു, ഈ രാവിലെ തന്നെ ആരെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക നീ? ഓ, സൗണ്ട് കേട്ട് പേടിച്ചല്ലോ. എന്തിനാ അമ്മ രാവിലെ വന്നിങ്ങനെ പേടിപ്പിക്കുന്നേ? നിന്നെ എത്ര തവണ കൊണ്ട് ഞാൻ വിളിക്കുന്നു? അതിന് ഞാൻ കേട്ടില്ല അമ്മ. ആ, ഫോണിൽ കയറിയിരുന്ന എങ്ങനെ കേൾക്കാനാ? അപ്പച്ചന് തീരെ സുഖമില്ല, നീ ചെന്ന് മരുന്ന് മേടിച്ചിട്ട് വന്നേ. ഇപ്പം ഇവിടെ എത്തണം. ഓ, ഇതുപോലെയും വികൃതി പിള്ളേരുണ്ടോ? ഷോ, രാവിലെ തന്നെ പണി കിട്ടി. ഡാ നോക്കടാ, ചുറ്റുവളിയേ. ഡാഡിയാ, നീ എങ്ങോട്ടാ? ആ, ഞാൻ എൻ്റെ അപ്പച്ചന് മരുന്ന് മേടിക്കാൻ പോവേണ്. നീ വരുന്നാ? വാ, കേറിക്കോ. 3 കഴുതകള് ഹെൽമറ്റ് പോലും ഇടാതെ വരുന്നു. ഇന്ന് ഇവരെ കുറച്ച് പൈസ എന്തായാലും മേടിക്കണം, എങ്കിലേ ഇവറ്റകൾ പഠിക്കൂ. ഡാ നിർത്തടാ. ദോക്കടാ, ലവൻ നമുക്ക് കൈ കാണിക്കുന്നു. ആകെപ്പാടെ 3 പേരായി. ഇനി അവനെ കൂടെ കയറ്റാൻ ഇവിടെ സ്ഥലമില്ല. അതെ, ഞാനേ കഷ്ടിച്ചായിരിക്കുന്ന, നീ സ്പീഡിൽ വിട്ടോ. സാറേ, ഇപ്പം തന്നെ 3 പേരായി. ഇനി സാറിന് കൂടെ ലിഫ്റ്റ് തരാൻ പറ്റില്ല. ഷേ, ടീന പുറത്ത് നിൽക്കുവാണല്ലോ. ഇതെവിടുന്നാ ഈ ശബ്ദം? ടീന പഠിക്കുവാണോ? അല്ല, നൃത്തം ചെയ്യുക. ഓ, തമാശക്കാരി. ഞാൻ ചെരുപ്പൂരണോ? അയ്യോ വേണ്ട, അതാ കാലിൽ കിടക്കുന്നതാ ഭംഗി. ഷോ, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ? ഇല്ലടാ, പിണങ്ങൂല. എന്റെ ദൈവമേ, നിന്നെ കൊണ്ട് തോറ്റല്ലോ. കേറിപ്പോടിയാത്ത്. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം. ഇനി നീ പുറത്തിറങ്ങിയൊന്നും പഠിക്കണ്ട, കേട്ടല്ലോ. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ആ, പിന്നെ പറയാം. ഞാൻ ഒന്ന് ഈ സീരിയൽ ആദ്യം കാണട്ടെ. അമ്മ, ഞാൻ പറയുന്ന കേക്ക്. അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്നെ ദൈവമായിട്ടാ കാണുന്നേ. നിന്നെയോ? നല്ല തമാശ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ നേരത്തെ അപ്പുറത്ത് പോയപ്പോൾ അവർ പറയുക, ദൈവമേ നീ വീണ്ടും വന്നോന്ന്. അമ്മയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ ടീനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ലടാ. അമ്മയ്ക്ക് എന്നും ഈ ചന്ദ്രമഴ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മതിയോ? അമ്മയ്ക്കും അമൃതയെ പോലെ മരുമോൾ വേണ്ടേ? പോയിരുന്നു പടിയടാ. മുട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ്റെ ചിന്ത കണ്ടില്ലേ?